എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ വോയേജ് എയർ കണ്ടീഷനിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി എയർ കണ്ടീഷൻ ഫിറ്റിങ്സും ഡക്റ്റിൻ്റെയും വർക്കുകളൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ആ ഡക്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്ത ഡക്റ്റ് ഓക്കെ ആണോ, നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഗ്ലൂ ചെയ്ത് ഇൻസ്റ്റലേഷൻ ചെയ്ത ഡക്റ്റ് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്നെങ്ങനെ പരിശോധിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് വേണ്ടി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് 2-3 മെത്തേഡിൽ നമുക്ക് ഡക്റ്റിന് ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ പറ്റും. ഒന്നാമത്തെ മെത്തേഡ് സ്മോക്ക് ടെസ്റ്റ് എന്ന് പറയും. പക്ഷേ ഞാൻ കൂടുതൽ സ്മോക്ക് ടെസ്റ്റ് അത്ര റയർ സിറ്റുവേഷനിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അല്ലാത്തത് കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റ് ടെസ്റ്റാണ്. അത്യാവശ്യം നല്ല പ്രകാശമുള്ള ഒരു LED ലൈറ്റ് നമ്മൾ ഡക്റ്റിനുള്ളിലേക്ക് നമ്മുടെ ഒരു ചെറിയൊരു കോപ്പർ പൈപ്പ് അതിൽ കണക്റ്റ് ചെയ്തിട്ട് വയറെല്ലാം അതിൽ സെറ്റാക്കി വെച്ചിട്ട്, അപ്പോൾ കോപ്പർ പൈപ്പ് ആകുമ്പോൾ ബെൻഡായി അങ്ങ് കയറിക്കോളും. അതുകൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 3/8 കോപ്പർ പൈപ്പാണ് ഞാനിവിടെ സ്റ്റാൻഡായിട്ട് ഉപയോഗിച്ചത്. അങ്ങനെ ലൈറ്റൊക്കെ അതിൽ ഫിറ്റാക്കിയിട്ട് നമ്മളെല്ലാ ഡക്റ്റിനകത്തോട്ടും കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കയറ്റി കഴിയുമ്പോൾ എന്താ ഗുണമെന്നറിയോ? എവിടെയെങ്കിലുമൊക്കെ ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രകാശമാണല്ലോ, അതുവഴി പ്രകാശം പുറത്തോട്ട് വരും, ലൈറ്റ് പുറത്തോട്ട് വരും. ഇപ്പം മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലും മനസ്സിലാക്കാത്തത്. അപ്പോൾ അത് പക്ഷേ ഞങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ടെസ്റ്റ് നടത്തുമ്പോൾ കഴിവതും നമ്മൾ ക്ലയൻറ്റിൻ്റെ സാന്നിധ്യവും നമ്മൾ സൈറ്റിൽ ഉറപ്പിക്കാറുണ്ട്. കൂടുതൽ സമയം നൈറ്റാണ് നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പലയിടത്ത് ഇപ്പോൾ കുറേ ഡക്റ്റ് ഇവിടെ ഉണ്ട്, ഏകദേശം ഒരു 8 ഡക്റ്റോളം ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ടെസ്റ്റ് ചെയ്തൊന്നു. ഇപ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തൊന്ന് കാണിച്ചു തരാവേ. കണ്ടോ, ഇപ്പോൾ ഫുള്ള് ഞാൻ എൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓഫാക്കി. ഇതിനകത്തൊക്കെ ഇപ്പോൾ പ്രകാശമുണ്ട്. ഇപ്പോൾ പ്രകാശം ഇപ്പോൾ ഞാൻ കോളർ ഓപ്പൺ ചെയ്തേക്കുന്നിടത്തൊന്നും മാത്രമേ കാണുന്നുള്ളൂ. കാരണം അവിടെ ഗ്രില്ല് വരേണ്ടതാണ്, ഓൾറെഡി ഓപ്പൺ ആകേണ്ടതാണ് അവിടെ. ബാക്കി ഒരു ഭാഗത്തും പ്രകാശം പുറത്തോട്ട് വരുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ ഡക്റ്റിന് എങ്ങും ലീക്കില്ല എന്നാണ്. ഇതിൻ്റെ ഗ്ലൂ ആണെങ്കിലും സിലിക്കോൺ ആണെങ്കിലും ടേപ്പ് ആണെങ്കിലും എല്ലാം ഓക്കെ ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുവരെ നമ്മൾ ടെസ്റ്റ് ചെയ്ത എങ്ങൊന്നും ലീക്ക്, സ്മോക്ക് ടെസ്റ്റ് നടത്തിയപ്പോഴും ലൈറ്റ് ടെസ്റ്റ് നടത്തിയപ്പോഴും എങ്ങൊന്നും നമുക്ക് ഇതുവരെ ലീക്ക് കണ്ടെത്തിയിട്ടില്ല. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ഓരോ സമയത്തും. ചെറിയ ഓരോ വർക്കാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ആ വർക്ക് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ അത് തന്നെ ടെമ്പററി ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. കാരണം അതിൽ ബേഡ്സ് കാര്യങ്ങളുണ്ടെങ്കിലോ. ഇതേ ക്ലയൻറ്റ് കണ്ടോ, ക്ലയൻറ്റ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ടെമ്പററി നമ്മൾ ക്ലോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേഡ്സ് ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ അത് കയറി അതിനകത്ത് കൂട് കൂട്ടും. കണ്ടോ, ഇപ്പോൾ നമ്മൾ ലൈറ്റ് കയറ്റിയിട്ടിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്, ഡക്റ്റിനകത്ത് കയറ്റിയിട്ട് ഫുള്ളി ഇരുട്ടാക്കിയിട്ടുണ്ട്, മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് ഓഫായി. ഇപ്പോൾ ഈ കാണുന്ന വെട്ടപ്പോൾ ചോദിക്കും ലീക്കല്ലേ ഒന്ന്. അല്ലല്ല, ഇത് ലീക്കല്ല. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, കോളർ നമ്മൾ കണ്ടോ, ഇത് കണ്ടോ, കോളർ ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ടെമ്പററി മാത്രമാണ് അത് ക്ലോസ് ചെയ്യുന്നത്. ബേഡ്സ് കാര്യങ്ങളോ അല്ലെ കച്ചറയോ ഒന്നും അകത്ത് കയറി നിൽക്കാതിരിക്കാൻ വേണ്ടി മാത്രം. കണ്ടില്ലേ, വേറെ എങ്ങൊന്നും ലീക്ക് പുറത്ത്, അതായത് വെട്ടം പുറത്തോട്ട് വരുന്നില്ല. കണ്ടോ, ഇപ്പോൾ ഞാൻ വെട്ടം ഇട്ടും കാണിക്കുന്നുണ്ട്, വെട്ടം ഇല്ലാതെയും കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ചെയ്തത്. ക്ലയൻറ്റ് ഓടി നടന്ന എല്ലാ ഭാഗത്തു നിന്നും ചെക്ക് ചെയ്യുന്നുണ്ട്, എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ക്ലയൻറ്റ് നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. എങ്ങൊന്നും ലീക്ക് കണ്ടെത്താൻ ക്ലയൻറ്റിന് പറ്റിയില്ല. അപ്പം മച്ചാന്മാരെ, എല്ലാവരും നമ്മുടെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാതെ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് എനിക്ക് വീണ്ടും ഓരോ വീഡിയോകളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ആരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോൾ മൗത്ത് കണക്ഷൻ്റെ ഭാഗമാണ്. അവിടെ പോലും ഒരു ശകലം പോലും ലീക്കിൻ്റെ അവസ്ഥയില്ല. സാധാരണ മൗത്ത് കണക്ട് ചെയ്യുമ്പോൾ മോൾ ഭാഗത്തൊക്കെ ആരും സിലിക്കോൺ കൈയെത്താത്തതുകൊണ്ട് സിലിക്കോൺ അടിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അതുപോലും നമ്മൾ അതിനുള്ള പരിഹാരമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതുവഴി പോലും വെട്ടം പുറത്തോട്ട് വരാത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുന്നേ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് ലേക്ക് നമുക്ക് വീണ്ടും കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.